ഹമാസ് മിക്കവാറും അതിനോട് നെഗറ്റീവായിട്ട് പ്രതികരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇനി ഒരു വെടിനിർത്തൽ, ശാശ്വത വെടിനിർത്തൽ ഉണ്ടാവില്ലെങ്കിൽ അതിന് കാരണക്കാർ ഹമാസാണ് എന്നൊരു നറേറ്റീവ് ഇപ്പോൾ തന്നെ ഇസ്രായേലി മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ ഫ്ലോട്ടില ഗസ തീരം തൊടാതിരിക്കാൻ വേണ്ടി അവർ നേരത്തെ തന്നെ ഡിറ്റെയിൻ ചെയ്യുന്നു. അങ്ങനൊരു നടപടി നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ആ ഫ്ലോട്ടില എത്തുമ്പോൾ അതിൽ ഒരെണ്ണമെങ്കിലും ഗസയിലെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ അതും ഡിറ്റെയിൻ ചെയ്തേക്കാം. അങ്ങനെ വന്നാൽ ഈ വന്ന ഫ്ലോട്ടിലകൾ നൽകുന്ന സന്ദേശം എന്താണ്? നോക്കൂ അജിംസ്, ഈ ഫ്ലോട്ടിലകൾ അവിടെ ഈ ഗസയിൽ മുഴുവൻ എത്തിയെന്ന് വിചാരിക്കുക. ഈ 40 ഷിപ്പ് എന്ന് പറയുക, ഈ യാനങ്ങൾ 40 ഗസ ഹാർബറിൽ ആങ്കർ ചെയ്തെന്ന് വിചാരിക്കുക. എന്നിട്ട് അതിലുള്ള കൺസൈൻമെൻറ്റ്സ് എല്ലാം ഗസക്കാർക്ക് ഡെലിവർ ചെയ്തു എന്നും വിചാരിക്കുക. അത് ഗസയിലെ ജീവിതത്തിനോ ഗസയിലെ ആളുകൾക്കോ അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് മെച്ചമോ പ്രത്യേകിച്ച് നേട്ടമോ ഉണ്ടാക്കാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല. ഇനി അതവിടെ ഡെലിവർ ചെയ്തതുകൊണ്ട് ഇസ്രായേലിനും എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ലോസ് ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ എന്തിനായിരിക്കും ഇസ്രായേൽ ഇത്ര സാഹസപ്പെട്ട് അവരുടെ വലിയൊരു നാവൽ ഫ്ലീറ്റിനെ രംഗത്തിറക്കി ഇതിനെ തടയാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ മെസ്സേജാണ്. എന്ന് വെച്ചാൽ 2007 മുതൽ കടൽ വഴിയും കര വഴിയും ആകാശം വഴിയും ഗസയെ ഉപരോധിച്ച് നിർത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ഗസ അവരുടേതായിട്ടുള്ള ഒരു ടെറിട്ടോറിയൽ വാട്ടേഴ്സ് അവർക്കുണ്ട്. അതുവഴി ലോകവുമായിട്ട് കണക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കും. അത് സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പൊസിഷൻ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്, ഈ ഉപരോധം നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫ്ലോട്ടിലെ ആളുകൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അത് അനുവദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ 2 പതിറ്റാണ്ടായി ഏൽപ്പിച്ചിരിക്കുന്ന ഉപരോധം ലംഘിക്കപ്പെടുക എന്നുള്ളതാണ്. ഗസയ്ക്ക് സ്വതന്ത്രമായി പുറം ലോകവുമായി ബന്ധപ്പെടാൻ, ആശയവിനിമയം നടത്താൻ, ചരക്കുകളുടെയും ആളുകളുടെയും സഞ്ചാരം സാധ്യമാക്കാൻ അത് സാധ്യമാകുക എന്നുള്ളതാണ്. അതൊരു തരത്തിലും ഇസ്രായേൽ അനുവദിക്കില്ല. അപ്പോൾ ഈ ആക്ടിവിസ്റ്റുകൾ ചോദിക്കുന്ന, ഫ്ലോട്ടിലക്കാർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞങ്ങൾ ഗസയിലേക്കാണ് പോകുന്നത്, ഞങ്ങൾ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ നിന്നും ഫലസ്തീൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ കടന്ന് ഗസ ഹാർബറിലേക്ക് പോവുകയാണ്. അത് തടയുവാൻ, അത് ചോദ്യം ചെയ്യുവാൻ നിങ്ങൾക്ക് എന്ത് അവകാശം എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം. ആ ചോദ്യം പലസ്തീൻ സോവറിൻറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പലസ്തീൻ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നവും അതുതന്നെയാണ്. അപ്പം ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സാഹസത്തിലും ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് തടയുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഫ്ലോട്ടില അവിടെ സുഗമമായി ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനപരമായി ഫലസ്തീൻ സോവറിൻറ്റി അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ്. അതിനെ ഒരു നിലക്കും അംഗീകരിക്കാൻ ഇസ്രായേലിന് സാധ്യമല്ല. അജിംസ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച 2010 മാവി മർമര ഫ്ലോട്ടിലുണ്ട്. മാവി മർമര ഫ്ലോട്ടിൽ, അതായിരുന്നു ഫസ്റ്റ് ഫ്ലോട്ടില എന്ന് പറയുന്നത്. അത് ഇസ്രായേൽ അതിനകത്ത് കടന്നു കയറി 10 ആളുകളെ കൊല്ലുന്നുണ്ട്. ഈ ഒക്ടോബർ 7 ശേഷം, 2023 ഒക്ടോബർ 7 ശേഷമുള്ള ഇസ്രായേലിൻ്റെ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നവംബർ ആദ്യവാരത്തിൽ തന്നെ ഈ ഗസ ഹാർബറിൽ വലിയ ഒരു മെമ്മോറിയലുണ്ട്. ഈ മാവി മർമരയിലെ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി അവിടെ സ്ഥാപിച്ച വലിയൊരു മെമ്മോറിയലുണ്ട്. ഒരുപക്ഷെ ഗസയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ട്രക്ചറുകളൊന്നാണത്. ഇസ്രായേൽ ഈ 2023 നവംബർ ആദ്യവാരത്തിൽ തന്നെ ആ മെമ്മോറിയൽ തകർക്കുന്നുണ്ട്, ബോംബിട്ട് തകർക്കുന്നുണ്ട്. ഇസ്രായേലി മാധ്യമങ്ങൾ അല്ലെങ്കിൽ IDFൻ്റെ സ്പോക്ക് പേഴ്സൺസ് നമ്മളോട് പറയാറുള്ളത് ഞങ്ങൾ ഹമാസ് ടാർഗറ്റുകളാണ് ലക്ഷ്യം വെക്കുന്നുള്ളതാണ്. നോക്കൂ, ഒരു മെമ്മോറിയൽ എന്തിനാണ് അവർ, ഒരു സ്തൂപം, ഒരു വലിയൊരു സ്തൂപമാണ് അത്. ഈ രക്തസാക്ഷികളായ മുഴുവൻ ആളുകളുടെയും പേര് ആലേഖനം ചെയ്ത മാർബിൾ ഫലകങ്ങളൊക്കെയുള്ള വലിയൊരു സ്തൂപമാണ്. അതെന്തിനാണ് ഇസ്രായേൽ ബോംബിട്ട് തകർക്കുന്നത്? അപ്പോൾ അവർ അത്രത്തോളം ആ ഒരു ഇൻസിഡൻറ്റിനെ, ആ ഒരു സംഭവത്തെ അവർ അത്രത്തോളം വെറുക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും നിലക്ക് ഗസയിലേക്ക് പുറം ലോകത്ത് നിന്ന് കപ്പലുകൾ വരിക എന്നുള്ളത് അവർക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അവിടെ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട്, യാസർ അറഫാത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗസയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ റഫായിൽ നമുക്കത് കാണാൻ പറ്റും. വളരെ മനോഹരമായ ഒരു എയർപോർട്ടായിരുന്നു അത്. ഇസ്രായേൽ അത് എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം പോലും മര്യാദക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഇസ്രായേൽ അനുവദിച്ചില്ല. ഞാൻ അവിടെ പോയ ആളാണ്. അതിൻ്റെ റൺവേ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ബുൾഡോസർ ഇട്ടിട്ട് ഉഴുതുമറിച്ച് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും തകർന്നതിൽ അവിടെയുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഗസക്കാർ അല്ലെങ്കിൽ പലസ്തീനികൾ ഞങ്ങളുടെ ഒരു മീഡിയേഷനിലൂടെ, ഞങ്ങളിലൂടെ അല്ലാതെ ലോകവുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. അതുകൊണ്ടാണ് അവർ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ ഉപരോധത്തെ ലംഘിക്കുന്നു, അല്ലെങ്കിൽ പലസ്തീൻ സോവറിൻറ്റി എന്ന് പറയുന്ന ഒരു ആശയത്തെ അണ്ടർലൈൻ, അതിനടിവരയിടുന്നു എന്നുള്ളതാണ് ഫ്ലോട്ടിലയോടുള്ള ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ വിയോജിപ്പ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവരത് തടയും. പക്ഷേ നേരത്തെ അജിം സൂചിപ്പിച്ചതുപോലെ അത് വലിയ നിലക്കുള്ള കാസ്കേഡിങ് എഫക്ട്സ് ലോക രാഷ്ട്രീയത്തിൽ തന്നെ അത് കൊണ്ടുവരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.